മോനെ around 4:20 in the morning. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ട് ആരും ബാംഗ്ലൂരിൽ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ റൈഡ് പോകുന്നത്. ഒരു സ്മോൾ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് റൈഡ് പോകുന്നത്. വളരെ യുണീക്കായിട്ടുള്ള സ്ഥലമാണ്. ബാംഗ്ലൂരിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് റൈഡ് പോകുന്നത്. സോ നമ്മൾ റൈഡ് പോകുന്ന ലൊക്കേഷൻ അല്ല വെരി യുണീക്ക് പ്ലേസ്. ഇത് I know that it's a very popular point. ബാംഗ്ലൂരിൽ വന്നിട്ട് നന്ദി ഹിൽസ് പോകാത്ത ആൾക്കാർ ആരും ഉണ്ടാവും തോന്നുന്നില്ല. നമ്മളും മുൻപേ മൾട്ടിപ്പിൾ ടൈംസ് വി ഹാവ് ബീൻ there, but it's not the location, right? It's the people and the journey which matters. Okay, അപ്പം നിസാമെത്തി ഇനി ഒരാളും കൂടി പിക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്ക് ടോൾ പിക്ക് ചെയ്യും. ഇപ്പം നമ്മളൊരു ചായ കുടിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഹോസ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അതാണ് ടോളും ഉണ്ടല്ലോ അവിടെ. നമ്മളവിടെ ഇർഷാദ് ഉണ്ട്, ഇൻ്റർസെപ്റ്റർ, നമ്മളെ മോജോ, നിസാം ആൻഡ് വൈഫ്. അപ്പം നമ്മളിനി സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ ചെന്നൈ ഹൈവേ, ബാംഗ്ലൂർ ചെന്നൈ ഹൈവേയിൽ കയറി അവിടുന്ന് സ്ട്രെയിറ്റ് ദേവനഹള്ളി, അവിടുന്ന് എയർപോർട്ട്, അവിടുന്ന് നന്ദി ഹിൽസ്. ഓക്കെ, പോവാം. നമ്മൾ ഹിൽസ് കയറാൻ തുടങ്ങി കേട്ടോ. നന്ദി ഹിൽസിലേക്കുള്ള വഴി എത്തി. നല്ല കോടയുണ്ട് തോന്നുന്നുണ്ട്, അവിടെ കാണുന്നില്ല. അവിടെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഒരു ചുരം പോലെ തന്നെ. ചുരം തന്നെയാണ് എന്ന് പറയാം. അത് കയറാനുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, മേലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം അറിയില്ല, ഓരോ തവണ വരുമ്പോഴും ഓരോ റൂൾസാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓപ്പൺ കംപ്ലീറ്റ്ലി. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഇനി ഹാർഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തോ. കുറേ ബിഗ് ബൈക്സ് ഒക്കെ പോകുന്നുണ്ട്. ഒരു Z900, ഹയാബൂസ. Let's go with them. Let's try to go with them. Nice. ഞാൻ അവസാനം 2-3 തവണ നന്ദി ഹിൽസ് വന്നപ്പോഴും ഇങ്ങനെ ഒരു വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ദിസ് ലുക്സ് വെരി ഗുഡ്. മോനെ
ഇനി ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിക്കണം നമുക്ക്. അതാണ് വലിയ ടാസ്ക്. നമ്മളെന്തായാലും പെട്ടെന്ന് പോകലല്ലോ, എന്തായാലും പെട്ടെന്ന് പോകലല്ലോ. അപ്പോൾ പിന്നെ എവിടെ പാർക്ക് ചെയ്യാൻ നമുക്ക്? നമ്മൾ മേലെ എത്തി കേട്ടോ. ട്രാഫിക് നല്ലോണം ഉണ്ടായിരുന്നു. മീൻസ് മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ നിറയെ പാർക്കിങ്ങിലൊക്കെ ഒരുപാട് ടൈം എടുത്തു. ഭയങ്കര റഷാണ്. ഭയങ്കര റഷ് മീൻസ് ഭയങ്കര റഷ്. പക്ഷേ ക്ലൈമറ്റ് പൊളിയാണ് ഞാൻ കാണിച്ചത്. സൺറൈസിൻ്റെ വ്യൂ പോയിൻ്റ് അവിടെ നിന്നിട്ട് ഭയങ്കര റഷായിരുന്നു. ഇപ്പോൾ നമ്മൾ പിറകിലൊരു എന്താ പറയുക, ഒരു ചെറിയ ഫോറസ്റ്റ് പോലെ ഒരു ഏരിയ ഉണ്ട്. നമ്മളൊരു ഗാർഡൻ പോലെ തന്നെ പറയും. അപ്പോൾ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ പിറകിൽ നിറയെ ഭയങ്കര മഞ്ഞാണ്. അത് കാരണം ഒന്നും കാണുന്നില്ല. കുറച്ച് നേരം വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ചുമ്മാ പാട്ടിലിട്ട് പിടിക്കണേന്നൊക്കെ പ്ലാൻ ചെയ്യാൻ. ഫുൾ റൗണ്ടൊക്കെ അടിച്ചു, ഫുള്ള് കറങ്ങി ഒന്ന്. പക്ഷേ ഇപ്പോഴും ഭയങ്കര കോടയാണ് കേട്ടോ. സമയം 9 മണി കഴിഞ്ഞു, എന്നിട്ട് കാണുന്നില്ല. അപ്പം ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ള വ്യൂ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 hours എങ്കിലും എടുക്കും. നമ്മളതിന് നിൽക്കുന്നില്ല. സോ വി ആർ ഹെഡിങ് ബാക്ക്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. See you in the next one. Bye bye.